ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നൊരു ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, അതേപോലെ തന്നെ ഒരു സ്നാക്സായിട്ട് ഈവനിങ് സ്നാക്സായിട്ടും കഴിക്കാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോളയോടെ പകുതി എടുത്തിട്ടുണ്ട് ഞാൻ. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവ് മുളക് പൊടി, അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചതച്ച മുളക്. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അളവ് പാൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മല്ലിത്തള ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിലൊരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അധികം നേരം ഉള്ളിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കരുത്, ഡിപ്പ് ചെയ്ത് നമ്മൾ എടുക്കണം. അപ്പോൾ ഞാൻ എടുത്ത് അതിലേക്ക് മുക്കിയെടുത്ത ശേഷം ഞാൻ ഇതേപോലെ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാനൊരു 3 എണ്ണം ഡിപ്പ് ചെയ്ത് ഞാൻ അതിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എഗ്ഗിൽ കട്ട് ചെയ്തിട്ടുള്ള വെങ്കായം അതിൻ്റെ എല്ലാം അത് നമ്മളൊരു സ്പൂണിലെടുത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെച്ച് കൊടുക്കുക. നമ്മളത് ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മളതിൽ ബ്രെഡിൽ വരുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തനിയെ അത് സ്പൂണിലൊന്നും എടുത്ത് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലക്സിന് അതിൻ്റെ മുകളിൽ തനിയെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബട്ടറും ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. ഇത് 2 എണ്ണം ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് അധികം. ഇനി നിങ്ങളുടെ അടുത്ത് ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ സാധാ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് വെന്ത ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ അത് ടേസ്റ്റ് വ്യത്യാസം വരും. അധികം റീഫൈൻഡ് ഓയിൽ വേണമെന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അധികം നിങ്ങൾ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാൻ നോക്കുക. അതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ 2 സൈഡും വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബ്രെഡും മുട്ടയെല്ലാം എല്ലാവരുടെ വീട്ടിലും അധികം ഉണ്ടാകുന്ന ഒരു ഐറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു സ്നാക്സ് ആയാലും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായും കഴിക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡെല്ലാം ഇതേപോലെ ഞാൻ എല്ലാ ബ്രെഡും ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ ബ്രെഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.